നമുക്കിന്ന് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ലഗോണാണ്, കുറച്ച് വേവുണ്ടാവും. ഇതൊന്ന് കറി ഉണ്ടാക്കണം. ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾക്കിത് മിക്സ് ചെയ്യാം. ഇന്ന് ചോറും ഗ്യാസിൽ തന്നെയാണ് കേട്ടോ. ചൂടുവെള്ളമുണ്ട് തൊട്ടടുത്ത്. ഇത് രണ്ടും ഇടുന്ന ആകുന്ന സമയം കൊണ്ട് ഞാൻ വറുത്തരക്കണം തേങ്ങ. അതിൻ്റെ ഒരുക്കങ്ങൾ നോക്കട്ടെ. ഞാനിവിടെ വറുത്തരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ വറുത്തരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അധികം വരുന്നത് ഒരു 2 മാസം കഴിഞ്ഞാലും ഒന്നും കേടാവില്ല. എത്ര ഇതായി കഴിഞ്ഞാലും. തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ സാവധാനം ചെറുതീയിലോ ആണ് ഏറ്റവും നല്ലത്. അത് ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾക്ക് വറുത്തെടുക്കണം. ലാസ്റ്റ് കറിവേപ്പില ചേർത്ത് ഇറക്കി വെക്കാം. തേങ്ങ അടുപ്പത്തുനിന്ന് സാവധാനം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിന് ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങ ഇതിലേക്ക് ചേർക്കണം. പിന്നെ കുറച്ച് പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കണം. തേങ്ങ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. കാരണം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ബാക്കി ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് ആയിക്കോളും. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പുഴുങ്ങലും പച്ചയും കൂടി പൊടിച്ചെടുത്തതാണ് മില്ലിൽ. ഇത് നിങ്ങൾക്ക് എത്രയാണോ ആൾക്കാരുള്ളത് അതിന് കണക്കായിട്ടുള്ള അളവ് നിങ്ങൾക്കെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്, ഒരു നുള്ള് എന്ന് പറയാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് കുഴച്ചെടുക്കണം. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡലി തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടി. നമ്മളുടെ തേങ്ങ ഒക്കെ നല്ല ബ്രൗൺ നിറായിട്ട് നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ അരച്ചെടുക്കണം. കൊഴുക്കട്ടയ്ക്ക് മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് ചെറിയ രീതിയിൽ ഉരുട്ടിയെടുക്കണം. ഈ വലിപ്പത്തിലാണ് നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി ഇത് ഇഡലി തട്ടിലേക്ക് മാറ്റാൻ പോവാണ്. 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അതിലധികം വെക്കേണ്ടതില്ല, ടേസ്റ്റ് കുറയും. നേരത്തെ നമ്മൾ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇത് ഞാനിനി കുക്കറിലേക്ക് ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. എനിക്കിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മൾ മസാല പുരട്ടിയ ചട്ടിയാണ്. ഇതിൽ മസാല കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇത് ഞാനിനി കുക്കറിലേക്ക് ഒഴിക്കുകയാണ്. 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. കാരണം ലഗോൺ കോഴിയാണ്. വറുത്ത് വെച്ച തേങ്ങ ഞാൻ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇത് ചെറിയ ജാറാണ്, പൊടിക്കുന്ന ജാറാണ്. ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇത്രയും അളവിലാണ് ഞാൻ അധികം തേങ്ങ വറുത്ത് വെക്കാറ്. കാരണം ഞങ്ങളിവിടെ ആൾക്കാർ കുറവാണ്, 2 പേരേ ഉള്ളൂ. തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞു. ആവശ്യമുള്ളത് ഇപ്പോൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ഈ സമയം കൊണ്ട് എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് അടിച്ചു വെക്കാൻ പോവാണ്. 2 ഉള്ളി, 1 തക്കാളി, 3 പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ഇനി കട്ട് ചെയ്തെടുക്കുക ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി.
ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾക്ക് ഉള്ളി വാട്ടിയെടുക്കാം. കൊഴുക്കട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ചേർത്തു. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മല്ലി ചേർക്കുകയാണ്. ഇനി 1 സ്പൂൺ നേരത്തെ അരച്ചു വെച്ച വറുത്തരച്ച തേങ്ങ ചേർത്ത്. ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് അധികം കറി കിട്ടും. കുറച്ച് വെള്ളം ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 നുള്ള് ഗരം മസാലയും. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കുവാണ്. നമ്മളുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഇതാണ്.